നമസ്കാരം. 2026 വിഷു പ്രത്യേക നക്ഷത്രഫലങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എന്താണ് നൽകുന്നത് എന്നതാണ്. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി. മേടം കൂറിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർ സാധാരണയായി വളരെ ഊർജ്ജസ്വലരും ധൈര്യശാലികളും കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവരുമായിരിക്കും. 2026 വിഷു മുതൽ 2027 വിഷു വരെ ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം, തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയിൽ എന്തൊക്കെ സംഭവിക്കാം എന്നത് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഗ്രഹസ്ഥിതി പൊതുബലം. ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ്. കാരണം മേടം രാശിക്കാർക്ക് ഇപ്പോൾ 7.5 ശനി ആരംഭിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും ചെറിയ വൈകിപ്പോകലുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല, കാരണം വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം ചില ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതായി കാണാം. അതുകൊണ്ട് വെല്ലുവിളികളുണ്ടെങ്കിലും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ നല്ല ഫലങ്ങൾ നേടാൻ കഴിയും. ചില കാര്യങ്ങൾ വൈകിയെത്താം, പക്ഷേ കിട്ടുമ്പോൾ അത് നല്ല രീതിയിലായിരിക്കും. തൊഴിൽ, സാമ്പത്തികം. ഇനി തൊഴിൽ രംഗം നോക്കാം. ജോലി ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാറ്റങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പക്ഷേ ജോലിസ്ഥലത്ത് മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പദ്ധതികൾ തുടങ്ങാൻ അവസരങ്ങളുണ്ടാകും. എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സാമ്പത്തികമായി നോക്കുമ്പോൾ ധനാഗമമുണ്ടാകുന്ന സമയമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ചില അപ്രതീക്ഷിത ചെലവുകളും വരാൻ സാധ്യതയുള്ളതിനാൽ ചെലവുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബം, പ്രണയം, വിവാഹം. കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും. എങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ മുൻപത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരാം. 7.5 ശനിയുള്ള സമയമായതിനാൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള പ്രവണതയുണ്ടാകാം. അതിനാൽ സംസാരത്തിൽ അല്പം മിതത്വം പാലിക്കുന്നത് കുടുംബസൗഹൃദം നിലനിർത്താൻ സഹായിക്കും. വിവാഹം കഴിക്കാത്ത അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹാലോചനകൾക്ക് നല്ല സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർക്ക് തങ്ങളുടെ ബന്ധം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലങ്ങൾ നേടാൻ കഴിയും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില നല്ല അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ജാഗ്രത പുലർത്തണം. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. യാത്രകൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് വാഹനമോടിക്കുന്നവർ, അമിതവേഗത ഒഴിവാക്കി ശ്രദ്ധയോടെ യാത്ര ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം പോലുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പരിഹാരങ്ങൾ. 7.5 ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ അനുകൂലത വർദ്ധിപ്പിക്കാനും ചില ആത്മീയ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിനോ ഹനുമാൻ സ്വാമിക്കോ നീരഞ്ജനം നടത്തുന്നത് നല്ലതാണ്. അതിനു പുറമെ ശിവക്ഷേത്രത്തിൽ കൂവളനില അർച്ചന നടത്തുന്നതും പിൻവിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ്. സാധിക്കുന്ന അവസരങ്ങളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നത് വലിയൊരു പുണ്യമായി കരുതപ്പെടുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അല്പം ജാഗ്രതയും കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവുമുണ്ടെങ്കിൽ ഈ വിഷുവർഷം അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല മുന്നേറ്റങ്ങൾ നൽകുന്ന വർഷമായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് അശ്വതി നക്ഷത്രക്കാർക്ക് 2026 വിഷുവർഷം നൽകുന്ന പ്രധാന ഫലങ്ങളായിരുന്നു. അടുത്ത വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യത്തിൽ എന്തൊക്കെ സംഭവിക്കാം എന്നത് വളരെ വിശദമായി നോക്കാം. അതിനാൽ ഭരണി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാരുള്ള കുടുംബാംഗങ്ങൾക്കും അടുത്ത വീഡിയോ നഷ്ടപ്പെടാതിരിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ നക്ഷത്രം കമന്റിൽ എഴുതാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.